ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാഡോ അക്കാഡമി. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് NCERTയിലെ സയൻസിലെ 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇലക്ട്രിസിറ്റി, സർക്യൂട്ട്സ് ആൻഡ് ദെയർ കമ്പോണൻറ്റ്സ് എന്നുള്ളതാണ് ടോപ്പിക്ക്. ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ചെറിയൊരു ചാപ്റ്ററാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രിക് സെൽ എന്നാണ് ഇവിടെ ആദ്യം തന്നെ പറയുന്നത്. ഇതാണ് ഒരു ഇലക്ട്രിക് സെല്ല്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ബാറ്ററി, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഇലക്ട്രിക് സെല്ലിനും 2 ടെർമിനൽ ഉണ്ടാവും. ഒന്ന് പോസിറ്റീവ് ടെർമിനലും ഒന്ന് നെഗറ്റീവ് ടെർമിനലും. ഓക്കെ, പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചർ ഉള്ളതാണ് പോസിറ്റീവ് ടെർമിനൽ. നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലാറ്റ് മെറ്റാലിക് ഡിസ്ക് ഉള്ള ഒരു സൈഡാണ് നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, ഇനി എന്താണ് ഇലക്ട്രിക് സെല്ല്? ഇറ്റ് ഈസ് എ പോർട്ടബിൾ സോഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി അല്ലേ. നമുക്ക് ജനറേറ്ററും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ കറണ്ട് കൊണ്ട് ക്യാരി ചെയ്യണമെങ്കിൽ നമുക്ക് ഇലക്ട്രിക് സെല്ല് യൂസ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. അതാണ് സിമ്പിളായിട്ടുള്ള അതിൻ്റെ ഡെഫിനിഷൻ. ഇനി എന്താണ് ഒരു ബാറ്ററി ഉള്ളതാണ് അടുത്തൊരു ടോപ്പിക്ക്. പോസിറ്റീവ് ടെർമിനൽ ഓഫ് വൺ സെൽ ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ നെക്സ്റ്റ് സെൽ. അതായത് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ വൺ സെൽ ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സെക്കൻഡ് സെൽ. ഇവിടെ കാണുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇത് കാണാമല്ലോ നമുക്ക്. പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡ് നെഗറ്റീവായിട്ടുള്ള ഒരു സൈഡിൽ ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമുക്കൊരു ബാറ്ററിയുടെ സ്ട്രക്ചർ കിട്ടുന്നത്. എന്താണ് അപ്പോൾ ബേസിക്കലി ഈ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് 2 or more such cells ഈസ് കോൾഡ് എ ബാറ്ററി. അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ച സെല്ല് 2 ഈ ഒരു ഫോർമാറ്റിൽ നെഗറ്റീവും പോസിറ്റീവും വരുന്ന രീതിയിൽ ചേർത്ത് വയ്ക്കുന്നതിനാണ് നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത്. എന്നാൽ എല്ലാം ബാറ്ററി ആണോ? അല്ല. അങ്ങനെ പറയുന്ന എല്ലാം ബാറ്ററി അല്ല. അത് മാത്രമല്ല ബാറ്ററി. അതായത് നമ്മൾ സിംഗിൾ സെല്ലിനും അത് യൂസ് ചെയ്യും. ഇങ്ങനെ 2 കമ്പൈൻ ചെയ്യുന്നത് മാത്രമല്ല ബാറ്ററി. സിംഗിൾ സെല്ലിനെ നമുക്ക് ബാറ്ററി എന്ന് പറയാൻ പറ്റും. നമ്മൾ മൊബൈൽ ഫോണിൻ്റെയൊക്കെ നമ്മൾ ബാറ്ററി തീർന്നു പോയി എന്നല്ലേ പറയുന്നത്. അല്ലാതെ നമ്മൾ സിംഗിൾ സെല്ലിലെ ചാർജ് തീർന്നു അങ്ങനെയൊന്നും പറയില്ലല്ലോ. ബാറ്ററി തീർന്നു പോയി എന്നേ നമ്മൾ പറയാറുള്ളൂ. കോമൺ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ബാറ്ററിന്ന് സിംഗിൾ സെല്ലിനെയും യൂസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് ലാമ്പിനെ പറ്റിയാണ്. ഇലക്ട്രിക് ലാമ്പ് എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഇൻകാൻഡസൻ ലാമ്പിനെ കുറിച്ചാണ്. അതായത് നമ്മൾ പഴയ ടോർച്ചിലൊക്കെ ഉള്ള ബൾബ്, അതിനെപ്പറ്റിയാണ്. നമ്മൾ ടങ്സ്റ്റൺ ഫിലമെൻ്റൊക്കെ ഉപയോഗിച്ച് വർക്കാവുന്നതാണ്. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. തൽക്കാലം ഫിലമെൻ്റ് എന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഫിഗർ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇവിടെ കണ്ടോ, ഈ ഒരു ഗ്ലാസ് ബൾബ്, ഇതൊരു ഗ്ലാസ് ബൾബാണ്. ഓക്കെ, അതായത് ബേസിക്കലി ഈ ഫിലമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനേർട്ട് ഗ്യാസസ് ഒക്കെ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അത് തൽക്കാലം ഇവിടെ പറയുന്നില്ല. നമുക്ക് ജസ്റ്റ് ഗ്ലാസ് ബൾബാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ ഇതിനകത്ത് കണ്ടോ ഒരു 2 വയറിൽ നടുക്കൊരു വയർ ഇങ്ങനെ കൊടുത്തേക്കണുണ്ടോ. ഇത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഫിലമെൻ്റ് എന്ന് പറയുന്നത്. ഈ ഫിലമെൻറ്റ് ഈ 2 തിക്ക് വയറിൽ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇത് സപ്പോർട്ട് ചെയ്യാനും കൂടെ ആയിട്ടാണ് ഈ തിക്ക് വയേഴ്സ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ഇൻസുലേറ്റർ ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യാനാണ് കൊടുത്തേക്കുന്നത്. ഇൻസുലേറ്റർ എന്താണെന്നൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും. നിങ്ങൾ മിക്കവർക്കും അറിയായിരിക്കും, എന്നാലും ജസ്റ്റ് സ്റ്റാർട്ടിങ് എന്നുള്ള രീതിക്ക് നമ്മൾ പിന്നീട് പോകുമ്പം ഇൻസുലേറ്ററിനെ കുറിച്ച് പറയും. ഈ ഇൻസുലേറ്റർ ഇവിടെ കൊടുത്തേക്കുന്ന മെയിനായിട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും ഇങ്ങനെ തന്നെ നിൽക്കാനൊക്കെ ആയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലും നമ്മളൊരു സെല്ലിനും ഉണ്ടല്ലേ. അതേപോലെ തന്നെ ഒരു കമ്പോണൻ്റ് ആയാലും, നമ്മൾ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റ് ആയാലും, സർക്യൂട്ട് എന്താണെന്നൊക്കെ നമ്മൾ വരുന്ന ഈ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്, പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതേപോലെ ഒരു കമ്പോണൻറ്റിനും പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽസ് കാണും. അപ്പോൾ ഈ ഒരു കേസിൽ മെറ്റൽ കേസായ ഈ ഒരു കാണുന്ന ഭാഗമാണ് ഒരു ടെർമിനൽ. മറ്റൊരു ടെർമിനൽ എന്ന് പറയുമ്പോൾ താഴെ ഈ ഒരു ടിപ്പ് കണ്ടോ, ഇങ്ങനെ ഒരു ക്യാപ്പ് പോലെ ഇരിക്കുന്നുണ്ടോ, ഇതാണ് മറ്റൊരു ടെർമിനൽ. അപ്പോൾ 2 ടെർമിനൽ ഇത് ഓരോന്ന് വെച്ചിട്ടാണ്. ഇനി ഈ ക്യാപ്പും ഇതിൻ്റെ അടിയിലുള്ളൊരു ഏരിയയുണ്ട്. ആ ഏരിയയിൽ മൊത്തം ഇൻസുലേറ്റർ ആയിട്ടാണ്. ഇൻസുലേറ്റർ ഉള്ള മെറ്റീരിയൽ കാണും. കാര്യം ഈ ടെർമിനലും തമ്മിൽ കോണ്ടാക്റ്റ് പാടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിലൊരു ഇൻസുലേറ്റർ യൂസ് ചെയ്തിട്ട് അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമ്മുടെ ഈ ഗ്ലോയിങ് തിൻ വയറിനെയാണ് നമ്മൾ ഫിലമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വയർ ഇങ്ങനെ ഇരിക്കുന്ന വയറുണ്ടല്ലോ, ഇത് നമ്മൾ ചൂടായി ഇതിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ബൾബ് വർക്കാവുന്നത്. ഓക്കെ, ഇനി 1 തിക്ക് വയർ കണക്ട്സ് ടു ദ മെറ്റൽ കേസ് അറ്റ് ദ ലാംപ്സ് ബേസ്. ഈ ഒരു തിക്ക് വയർ മെറ്റൽ കേസിൽ ഒരു തിക്ക് വയർ മെറ്റൽ കേസിലും ഒരു തിക്ക് വയർ ഈ ബേസിലുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു ഇൻസുലേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി. ടച്ച് ചെയ്താൽ അത് വർക്കാവത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഇൻസുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻകാൻഡസൻ ലാമ്പ്സിൽ ഫിലമെൻറ്റ് ചൂടാവും, അപ്പോൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന LED ലാമ്പ്സാണ്. മോഡേൺ ഡേ നമ്മൾ ഇതാണല്ലോ എല്ലാ ടോർച്ചിലും ഒക്കെ കാണുന്നത്.
പഴയ രീതിയിലുള്ള ഇൻകാൻഡസൻ ബൾബ്സ് ഒന്നും ഇപ്പോൾ അങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് മെയിനായിട്ടും LED ആണ് ഇന്നത്തെ കാലത്ത് നോക്കാനുള്ളത്. ഓക്കെ, ജസ്റ്റ് LEDയുടെ സ്ട്രക്ചറൊക്കെ ഇവിടെ ഉള്ളൂ. ലോങ് ആയിട്ടുള്ള ലെഗ് ആയിരിക്കും ഇവിടെ പോസിറ്റീവ്, ഷോർട്ട് ലെഗ് നെഗറ്റീവ് കമ്പോണൻ്റ് ആയിരിക്കും, നെഗറ്റീവ് ടെർമിനൽ ആയിരിക്കും. അത്രേ ഉള്ളൂ മെയിനായിട്ട് അതിൽ നോക്കാനായിട്ട്. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ പറയുന്നില്ല. പിന്നെ വന്നിട്ട് ഇവിടെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു എൻ്റയർ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഒരു ലാമ്പ്, വയേഴ്സ്, പിന്നെ ഈ സെല്ല്, ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയും. അത്രേ ഉള്ളൂ. ഇനി ചില കേസസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫിലമെൻറ്റ് ബ്രോക്കായ, അതായത് പൊട്ടിപ്പോയ, ഈ ഇങ്ങനെ ഇരിക്കുന്ന ഫിലമെൻറ്റ് എവിടെയെങ്കിലും വെച്ച് പൊട്ടിപ്പോയാൽ ആ ലാമ്പ് ഫ്യൂസായെന്ന് നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ ആ ലാമ്പ് വർക്കാവത്തില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അതെല്ലാം അറിയാം, ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ സ്ട്രക്ചറൊന്ന് നിങ്ങൾ നോക്കാനുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ഒരു സ്വിച്ച് നമ്മൾ ആഡ് ചെയ്യാണ്. ഈ സ്വിച്ച് ജസ്റ്റ് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് നമ്മൾ ഈ സർക്യൂട്ട് കണക്ട് ചെയ്ത് ഓണും ഓഫും ആക്കുന്നൊരു പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓൺ എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ, അതായത് കണക്റ്റഡ് ആയിരിക്കും, അതിനെയാണ് നമ്മൾ ഓൺ എന്ന് പറയുന്നത്. ഇത് ഓൺ ആണെങ്കിൽ, എല്ലാം കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആണെങ്കിൽ, ഇതെന്താണ്? ക്ലോസ്ഡ് അല്ലടാ. ഒരു സർക്കിൾ ക്ലോസ്ഡ് ആണ് നമുക്ക് പറഞ്ഞുകൂടെ എങ്ങനെയാണെങ്കിൽ? സർക്കിളിൻ്റെ സ്ട്രക്ചർ ആണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം ജസ്റ്റ് ഇത് ക്ലോസ്ഡ് ആണ്, അത്ര അറിഞ്ഞാൽ മതി. ക്ലോസ്ഡ് ആണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ? ഫ്ലോ ചെയ്യണതിനൊരു തടസ്സമില്ല. അതേസമയം ഇതേപോലെ ഓപ്പൺ ആണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യോടാ? ഇല്ല, ഇവിടെ വെച്ച് സ്റ്റോപ്പായി പോകും അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. കറണ്ട് ഇങ്ങനെ സ്റ്റോപ്പായി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ആ സർക്യൂട്ട് ഓപ്പൺ ആണെന്നും, ഇതേപോലെ ക്ലോസ്ഡ് ആണെങ്കിൽ ആ സർക്യൂട്ട് ക്ലോസ്ഡ് ആണെന്നും പറയും. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഈ ഓപ്പൺ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ നടക്കത്തില്ല, ക്ലോസ്ഡ് സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി സ്വിച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിമ്പിൾ ഡിവൈസ് ദാറ്റ് കംപ്ലീറ്റ്സ് ഓർ ബ്രേക്സ് എ സർക്യൂട്ട്. ഒന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതേപോലെ ഇവിടെ ബ്രേക്ക് ചെയ്യും. അത്രേ ഉള്ളൂ. അതിനെയാണ് സ്വിച്ച് എന്ന് നമ്മൾ പറയുന്നത്. ഇനി എന്താണ്? ഇനി ഈ കുറച്ച് കമ്പോണൻസ് ഉണ്ട്, ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഉണ്ട്. അതിൻ്റെ എല്ലാം സിമ്പിൾസ് ഇത്തിരിയൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളത് നോക്കി വെച്ചേക്കുക. ഇലക്ട്രിക് ലാമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചേക്കുക. കുറച്ച് പലർക്കും അറിയാത്തൊരു സംഭവമായിരിക്കും. ഇൻകാൻഡസൻ ലാമ്പിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. LED ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ട് പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കുഞ്ഞുനാളിൽ പഠിച്ചിട്ടുണ്ടാവും. ഇനി ഓൺ പൊസിഷൻ ഇതാണ്, ഇത് ഓഫ് പൊസിഷനാണ്, വയറിൻ്റെ സിമ്പിൾ അതാണ്, എല്ലാവർക്കും അറിയായിരിക്കും അതൊക്കെ. ഇനി എന്താണ് സർക്യൂട്ട് ഡയഗ്രാം എന്നതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു എൻ്റയർ സ്ട്രക്ചർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇൻകാൻഡസൻ ലാമ്പ് വെച്ചിട്ടുള്ളതാണ്, ഇത് LED ലാമ്പ് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇൻ്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ IEC, അതേപോലെ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ANSI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് IEEE, ഇവരെല്ലാം എന്ത് ചെയ്യും? ഇവരെല്ലാം സ്റ്റാൻഡേർഡ് സിമ്പിൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക് പാർട്സിനൊക്കെ വേണ്ടിയിട്ട്. ഈ IEEE ആണ് നമ്മുടെ വൈഫൈയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, നിങ്ങളതിനെക്കുറിച്ച് കൂടുതൽ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യൂസിങ് ദ സെയിം സിമ്പിൾസ് അക്രോസ് ദ വേൾഡ് ഹെൽപ്സ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ആൻഡ് ഇൻഡസ്ട്രീസ് ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. അല്ലേ, ഇപ്പം ഈ ഇൻസുലേറ്റർ, ഇപ്പോൾ ഇൻകാൻഡസൻ ലാമ്പിന് ഇങ്ങനൊരു സിമ്പിൾ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് വിചാരിച്ചോ, പക്ഷേ അമേരിക്കയിൽ ഇതിൻ്റെ അർത്ഥം സ്റ്റോപ്പ് സൈൻ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ രണ്ട് സംഭവമല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയണ്ടേ, ഓരോ രാജ്യത്തും ഓരോ സിമ്പിൾ ഇറക്കാതെ യൂണിഫൈഡ് ആയിട്ട് എർത്ത് മുഴുവൻ ഒരേ സിമ്പിൾ യൂസ് ചെയ്താൽ, നമ്മളിപ്പം റഷ്യയിൽ പോയാലും നമുക്ക് ഈ ഒരു സിമ്പിൾ കാണുമ്പോൾ അവരുടെ ഭാഷ അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് കാര്യം മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ടോപ്പിക് ഇതാണെന്ന് തോന്നുന്നു. അതെ, ഇനി എന്താണ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഒന്നുമില്ല, സിമ്പിളായിട്ട് ഇലക്ട്രിക് കറണ്ടിനെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്, ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയും. ഇൻസുലേറ്റേഴ്സ് എന്തായിരിക്കും? അപ്പോൾ കറണ്ട് കടത്തിവിടാത്ത കമ്പോണൻസ് ആയിരിക്കും, മെറ്റീരിയൽസ് ആയിരിക്കും ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ് ഇൻസുലേറ്റേഴ്സ് കാഴ്ചവെക്കുന്നത്. സിൽവർ, കോപ്പർ, ഗോൾഡ് ഇതെല്ലാം ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സാണ്. പക്ഷേ നമ്മൾ ഏതെങ്കിലുമൊക്കെ ലൈൻ കമ്പിയിൽ നമ്മൾ സിൽവറും ഗോൾഡും ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാര്യം എന്താ? എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ പിന്നെ ഏതാണ്? കോപ്പറാണ്. അതുകൊണ്ട് നമ്മൾ കോപ്പർ യൂസ് ചെയ്യുന്നു. ഓക്കെ, ലോവർ കോസ്റ്റുമാണ്. നമ്മുടെ എർത്തിൽ അബണ്ടൻ്റ് ആയിട്ടുള്ള സപ്ലൈയും നമ്മുടെ കോപ്പറിനും ഉണ്ട്. അതുകൊണ്ടാണ്
കോപ്പർ യൂസ് ചെയ്യുന്നത്. ഇനി റബ്ബർ, പ്ലാസ്റ്റിക്, സെറാമിക്സ് ഇതെല്ലാം എന്താണ്? ഇൻസുലേറ്റേഴ്സാണ്. ഇനി ഇലക്ട്രിസിറ്റി ഫ്രം ബാറ്ററീസ് യൂഷ്വലി സ്മോൾ ഡിവൈസസ് അല്ലേ? അതുകൊണ്ടാണ് അതിനെ DC എന്ന് പറയുന്നത്, ഡയറക്റ്റ് കറണ്ട്. ഇത് ഡയറക്റ്റ് കറണ്ട് നമ്മുടെ ചെറിയ ചെറിയ ഡിവൈസസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ മൊബൈൽ ഫോൺ ചാർജറൊക്കെ യൂസ് ചെയ്യുന്ന DC കറണ്ടാണ് അല്ലേ? അതേപോലെ നമ്മുടെ ബാറ്ററീസും കാര്യങ്ങളൊക്കെ DC ആണ് യൂസ് ചെയ്യുന്നത്. അതേസമയം നമ്മളെ പ്ലഗിൽ നിന്ന് വരുന്ന കറണ്ടെല്ലാം വലിയ നമ്മളെ മിക്സി, ഗ്രൈൻഡർ, TV ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫങ്ഷൻ ചെയ്യാൻ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ വാൾ സോക്കറ്റിൽ നിന്ന് വരുന്ന പവറാണ് യൂസ് ചെയ്യുന്നത്. അത് ലാർജർ അപ്ലയൻസസിനാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ AC എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോസ് എല്ലാം കാണുക. ഇതിൻ്റെ PDF വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.